ഞാൻ വല്ല കള്ളന്മാരാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? അറിയണോ നിർബന്ധമാണോ? അല്ല, നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ മുമ്പ് പണിക്കുന്നിരുന്നത് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോവല്ലേ, എല്ലാ കണക്കും തീർത്തിട്ട് പോകാൻ വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ വീടിന്റെ പുറയിലേക്ക് പോകുന്ന കണ്ടപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. നാട്ടില് മൊത്തം മോഷണല്ലേ ചേട്ടാ? രാത്രി ഇറങ്ങുന്ന കള്ളന്മാരെക്കാൾ പകലിറങ്ങുന്ന മാന്യന്മാരെയാ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതാണ് എൻ്റെ സ്ഥിരം വഴി. ഇതാ പുറത്തെ ഗേറ്റ് കിടന്ന എൻ്റെ വീടായി. ഇയാളെന്താ ഇവിടെ? ഞാൻ രഘുവേട്ടനെ കണ്ടപ്പോ വന്നതാ. പുള്ളിയെ രാവിലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയേ. അധികം ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ട, നല്ല പാമ്പുള്ളതാ. പാമ്പോ? ഏയ് ചുമ്മാ പറഞ്ഞു. ചേട്ടാ നടത്തിക്കൊണ്ട് പോകണ്ടായോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടാ കുറച്ച് വെള്ളം. ഇനി വേണോ? വേണ്ട ചേട്ടാ. ഒരു കൃഷ്ണനെ ഹരി അറിയോ? ഹരികൃഷ്ണൻസിനെയാണോ ഉദ്ദേശിച്ചത്? ആ അതെ. എന്താ കാര്യം? കാശ് വല്ലതും പറ്റിച്ചോ? വീട് വൃത്തിയാക്കണ അഡ്വാൻസ് വാങ്ങിയൊരു പോക്ക് പോയതാ. പിന്നെ ആ വഴിക്കങ്ങ് കണ്ടില്ല. അവന്മാർക്ക് പറയാനേ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. മോന്റെ കാശ് പോയെന്ന് തന്നെ കരുതിയാ മതി. എല്ലാ നാട്ടിലും നാടിനെ പറയിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായി. തീർച്ചയായിട്ടും. എന്നാ ശരി ചേട്ടാ. ഓ ശരി, പോയേക്കോ. ഓക്കെ. എന്താ? ചുമ്മാ ഞാനിവിടെ പണിയൊക്കെ എവിടം വരെയായി നോക്കാൻ വന്നതാ. ഇത് താൻ വരച്ചാണോ? ഇതെവിടുന്ന് കിട്ടി? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താൻ കാര്യം പറ. അതെന്താ, എനിക്ക് വരയ്ക്കാൻ പാടില്ലേ? എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷേ എന്റെ ചിത്രം വരയ്ക്കാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെ സൗന്ദര്യം കണ്ടാലും എനിക്കത് ക്യാൻവാസിലേക്ക് പകർത്തണം തോന്നും. കൊള്ളാം, എന്നാ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ജോലിക്ക് പോയോ? ആ, പോവാണ്ട സമയായി. റെഡിയായി നിൽക്ക. രാവിലെ തന്നെ നല്ല പണിയല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് പണിയാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഇതും. ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാടും എടുത്തോ? ഏയ്, നാടെങ്ങനെ മടുക്കാനാ? എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളല്ലേ. പിന്നെന്താ പ്രശ്നം? ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പാ. എന്തോ ഒരു വലിയ പണി വരാനുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഇതിലും വലിയ പണി പിന്നെന്താ വരാനുള്ളേ? മനസ്സിലായില്ല. അല്ല, ഈ വീട് വൃത്തിയാക്കുന്ന പണിയെ ഇത് ഇപ്പോഴെങ്ങാനും കഴിയോ? എവിടുന്ന്? ഇതൊരു അണ്ടകടാകം പോലെ ഇങ്ങനെ കിടക്കല്ലേ. തൽക്കാലം 1-2 മുറി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ശരി, ഞാനും കൂടാ. ഇയാള് തന്നെ വിചാരിച്ചാ ഇതൊന്നും കൂട്ടിയാ കൂടില്ല. ഓ, വളരെ സന്തോഷം. ചൂല എവിടെ? ചൂല് ദാ അവിടെ കിടക്കും. എവിടെ? ആ, അത് ശരി. ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. സോറി ഫ്രണ്ട്സ്. കൈ എന്താ ഐസ് പോലെ ഇരിക്കുന്നത്? പെൺകുട്ടികളുടെ ശരീരത്തിൽ സാധാരണ ചെറിയ ചൂടല്ലേ? അത് ഞാൻ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിനെ നല്ല തണുപ്പാ. അല്ല, ഇയാള് കൊള്ളാലോ. പെണ്ണുങ്ങളുടെ ശരീരത്തെ പറ്റി നല്ല ധാരണയല്ലേ? ഏറെക്കുറെ.
സ്ലിപ്പായി പോയി. നന്നായി. മോനെ സാധനങ്ങളൊക്കെ എടുത്തേ പെട്ടിയിലിടാൻ നോക്ക്. ഓ ശരി. ഇതൊക്കെ മുമ്പ് താമസിച്ചിരുന്നവന്റെ ആന്നല്ലേ പറഞ്ഞ? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ. കല്ലും ബുക്സും കുന്തവും കുടച്ചക്രവും സകല ഐറ്റംസും ഉണ്ട്. ഹലോ, ഇത് ഏത് ലോകത്താ? അതിങ്ങ് തായി പെട്ടിയടക്കട്ടെ. അതിങ്ങ് തരാൻ. വേണ്ട, ഇതിവിടെ ഇരുന്ന ശരിയാവില്ല. അല്ല, ഇത്രയും നാൾ ഇത് ഇവിടെ തന്നെയല്ലേ ഇരുന്നിരുന്നത്? പിന്നെ ഇത് വെറൊരു കല്ലല്ലേ, ബോംബൊന്നും അല്ലല്ലോ. ഇത് വേറൊരു കല്ലല്ല ശാന്തനു, ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച ഒന്നാ. ഇത് എന്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാ. എന്ത് പ്രശ്നം? എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. മാജിക് സ്റ്റോണോ? എന്ത് മാജിക് സ്റ്റോൺ? ഇതിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും തള്ളരുത്. കുറെ കേട്ടിട്ടുണ്ട്. നാഗമാണിക്യം, വെള്ളിമൂങ്ങ, നീലക്കൊടുവേലി, ദേ ഇപ്പൊ മാജിക് സ്റ്റോണും. ഇനി വേറെ വല്ലതുണ്ടോ ഇതുപോലെ എന്തെങ്കിലും? തന്നെയെന്നല്ല, ഒരാളെ എനിക്കിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തു നോക്കിയാ താനെ മനസ്സിലാവും, ഈ ലോകത്ത് മനുഷ്യന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറം മറ്റു പലതും ഉണ്ടെന്ന്. എന്താ, ട്രൈ ചെയ്ത് നോക്കുന്നോ? പിന്നെ ഇങ്ങനൊരു കല്ലുണ്ടെ പിന്നെ എല്ലാം എന്താ എളുപ്പാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് ബോംബിനേക്കാൾ പ്രശ്നം പിടിച്ച കല്ലാന്ന്. ചില മനുഷ്യർ അങ്ങനെയാണ് ശാന്തനു. നമ്മുടെ അനുഭവത്തിൽ വരാത്ത ഒന്നും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ദയവായിട്ടൊരവസരം തരും. മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമാണ് തൻ്റെ സൃഷ്ടിയെന്ന് കാണിക്കാൻ. അപ്പോൾ ആ അവസരം നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. അവസരം ഉപയോഗിച്ചാ നമ്മൾ നടക്കില്ലെന്ന് വിചാരിക്കുന്ന പല ആഗ്രഹങ്ങളും നടന്നെന്ന് വരും.